ഇന്നത്തെ നോമ്പ് കുറച്ചധികം സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വഴിയെ കാണാം. അപ്പോൾ സ്മൂത്തിയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആപ്പിളും ഏത്തക്കയും പാലും കൂടി ഇട്ടൊരു സ്മൂത്തി അടിച്ചു. നമ്മൾ ഷുഗർ കട്ടാണ്, അപ്പോൾ അത് നമ്മൾ ഷുഗർ കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ ആ ജ്യൂസൊക്കെ അടിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് തണ്ണിമത്തൻ ഇങ്ങനെ മുറിക്കുന്ന സ്റ്റൈലിൻ്റെ ഷാനൊക്കെ പഠിപ്പിച്ചു തന്നെയാണ്. പക്ഷേ എനിക്കങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. അറിയാവുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇക്ക ഇങ്ങനെ അടുത്തുനിന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇങ്ങനെ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്മൂത്തിയൊക്കെ ഗ്ലാസ്സിലേക്ക് വെച്ചു. പിന്നെ കഞ്ഞി ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞ് നേരെ നോമ്പ് മുറിക്കാൻ സമയമായി. നോമ്പ് മുറിച്ച് കഞ്ഞി കുടിച്ചു. എനിക്ക് ഫ്രൂട്ട്സ് അധികം ഇഷ്ടമല്ല, അപ്പോൾ ഈ കഞ്ഞിയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മന്തി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ. എനിക്ക് ഒരുപാട് ദിവസത്തിന് ശേഷം മന്തി കഴിച്ചതിൻ്റെ എല്ലാ സന്തോഷവും എൻ്റെ മുഖത്തുണ്ടായിരുന്നു. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ മന്തിയൊന്നും അങ്ങനെ മേടിക്കാറില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ദിവസമായി കഴിച്ചിട്ട്. അങ്ങനെ അത് കഴിച്ചതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. എനിക്ക് ഈ മന്തി വായിലോട്ട് വെച്ചപ്പോഴുണ്ടല്ലോ സ്വർഗ്ഗം കിട്ടിയ പോലെ ആയി. അത്ര ടേസ്റ്റായിരുന്നു. തായ്സ് മന്തിയിലെ മന്തിയാണേ. ഇവിടുത്തെ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല മന്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മന്തി മനസ്സിലെയും തായ്സ് മന്തിയിലെയും ഭയങ്കര ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലേവറാണ് അതിന്. അങ്ങനെ അതൊക്കെ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതാണ് കഴിച്ചത്. എന്താ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി.